ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ നവരാത്രി ഇന്ന് ഡേ 7 ആണ്. അപ്പോൾ ഞാൻ 4-മത്തെയും 5-മത്തെയും ചേർത്തുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഇന്ന് 6-മത്തെയും 7-മത്തെയും നവരാത്രി ഡേയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ആകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ പറയുകയാണ്. പൂജയ്ക്ക് വയ്ക്കാനൊക്കെ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണെന്നറിയാം. അപ്പോൾ ഇന്ന് 6-മത്തെ ഡേ എന്ന് പറയുമ്പോൾ മഹിഷാസുര വധവുമായി ബന്ധപ്പെട്ട ഡേ ആണ് 6-മത്തെ ഡേ. അപ്പോൾ അസുരന്മാരും ദേവന്മാരും നമുക്കറിയാം എപ്പോഴും അവർ യുദ്ധത്തിലാണ്. കാരണം അവർ തമ്മിൽ ഒരിക്കലും സ്വരചേർച്ചയുള്ള ആൾക്കാരല്ല. ദേവന്മാരെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അസുരന്മാരുടെ ഒരു വിനോദം തന്നെയാണെന്നാണ് പുരാണ കഥകളിലെല്ലാം പ്രതിപാദിച്ച് കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇന്ദ്രനും മറ്റു ദേവന്മാരും, അതായത് ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യഭഗവാൻ, യമദേവൻ, ഇങ്ങനെയുള്ള എല്ലാ ദേവഗണങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടായി ഈ മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരനെ കൊണ്ട്. അപ്പോൾ ആ അസുരനെ വകവരുത്താൻ എന്താണ് പോംവഴി എന്ന് ആലോചിക്കുമ്പോഴാണ് അവർ കൈലാസത്തിലെത്തി മഹാദേവനോട് ബുദ്ധിമുട്ടുകൾ അറിയിക്കാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉള്ള ദേവിയാണ് കാർത്യായനി ദേവി. മഹിഷാസുര വധിക്കാനായി അവതരിച്ച ദേവി ഭാവമാണ് കാർത്യായനി ദേവി. അപ്പോൾ കാർത്യായനി ദേവി ഭാവത്തിലാണ് നമ്മൾ 6-ാം ദിവസം പാർവതി ദേവിയെ നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ അത് വ്യാഴ ഭഗവാന്റെ അധിപതിയാണ് ആ ദേവത. അപ്പോൾ അത് 6-മത്തെ ഡേ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നേരെ 7-മത്തെ ദിവസമായ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അറിവിൻ്റെ പരിമിതികളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ, പുരാണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, കാളരാത്രി എന്ന് പറയുന്ന ദേവീ ഭാവമാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ കാളരാത്രി എന്ന് പറയുമ്പോൾ ശനി ഭഗവാനുമായി, ശനിയുടെ അതിദേവത എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. കറുത്ത നിറത്തോടു കൂടിയവൾ എന്നുകൂടി ഈ കാളരാത്രി ഭഗവതിയെക്കുറിച്ച് പറയാറുണ്ട്. കാളിക എന്നൊക്കെ പറയുന്ന ഭദ്രകാളി സ്വരൂപത്തിലുള്ള ഒരു ദേവതാ സങ്കല്പമാണ് കാളരാത്രി. അപ്പോൾ ഈ കാളരാത്രി എന്ന് പറയുന്ന ഭഗവതി എന്തിനാണ് അവതരിച്ചതെന്ന് ചോദിച്ചാൽ വീണ്ടും അസുരന്മാരുടെ കഥ തന്നെയാണ് അതിന് പിന്നിലും. ശുംഭനിശുംഭന്മാർ എന്ന് പറയുന്ന അസുരന്മാർ ദേവന്മാർക്കും അതുപോലെ ദേവലോകത്തിനും എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയപ്പോൾ അവർ വീണ്ടും ദേവിയെ കൈലാസത്തിലേക്ക് യാത്ര തിരിക്കുകയും വഴിമധ്യേ പാർവതി ദേവിയെ കാണുകയും പാർവതി ദേവിയോട് സങ്കടങ്ങൾ ഉണർത്തിക്കുമ്പോൾ ദേവിയുടെ ശരീരത്തിൽ നിന്ന് അവതരിച്ച ഒരു ദേവീ ഭാവമാണ് ഈ കാളരാത്രി ഭഗവതി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഭഗവതി എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ അഭയമുദ്രയും വരദമുദ്രയും വലത് കയ്യിലാണെങ്കിൽ ഇടത് കയ്യിൽ ഒരു കൊളുത്തും വാളും ഏന്തിയ 4 കൈകളോട് കൂടിയ കറുത്ത നിറത്തോടു കൂടിയ ഭഗവതിയാണ് കാളരാത്രി എന്ന് പറയുന്ന ഭഗവതി. കാഴ്ചയിൽ അങ്ങനെയാണെങ്കിലും ഭദ്രകാളി സ്വരൂപമുണ്ടെങ്കിലും ശുഭകരിയായ ദേവി കൂടിയാണ്. അതായത് ഭക്തർ ആര് ആരാധിച്ചാലും അവർക്ക് ശുഭകരമായ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കുന്ന ഭഗവതി കൂടിയാണ് ഈ ഭഗവതി. അതുകൊണ്ട് തന്നെ ഇഷ്ടവരദായിനി കൂടിയാണ് ഭഗവതി. ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന ഏവർക്കും അതുപോലെ ശക്തിയും അതുപോലെ തന്നെ മനസ്സിൻ്റെ ശക്തിയും ഒക്കെ കൈവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ ആരായുന്ന എല്ലാ ഭക്തർക്കും ആശ്രയിക്കാവുന്ന ഭഗവതി സങ്കല്പ രൂപമാണ് കാളരാത്രി എന്ന് പറയുന്ന ഭഗവതി സങ്കല്പം. അപ്പോൾ ഇതെല്ലാം പാർവതി ദേവിയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച ദേവിയുടെ പല രൂപങ്ങളും ഭാവങ്ങളുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ദേവിക്ക് നമ്മൾ
ഞാൻ ചാർത്തുന്നത് ഓറഞ്ച് കളറിലെ വസ്ത്രമാണ്. ഇതിനെക്കുറിച്ചൊരു ഈ പുരാണങ്ങൾ പഠിക്കുമ്പോൾ ഭഗവതിയുടെ രൂപത്തിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ വിശദമായി പറയുന്ന പുരാണ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേവി ഭാഗവതം പോലുള്ള പുരാണ ഗ്രന്ഥങ്ങളിൽ ദേവിയെക്കുറിച്ച് അനേകം വർണ്ണനകളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്രയ്ക്ക് വിവരിച്ച് തരാനുള്ള അറിവ് എനിക്കില്ല എന്ന് തന്നെ പറയാം. കുറച്ചൊക്കെ വായിച്ചുള്ള അറിവുകളും ഒക്കെ മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ശനി ഭഗവാന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവതിയെ ഈ രൂപത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെയധികം ശ്രേഷ്ഠമായ കാര്യമായിരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഓം കാളരാത്രി നമോസ്തുതേ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. വല്ലാതെ ഒരു ദേവിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു മന്ത്രമുണ്ട്. അത് എനിക്ക് പറയാൻ ബൈഹാർട്ടായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിവിടെ പറയാതിരിക്കുന്നത്. അതറിയാവുന്നവർ ആ മന്ത്രം ഉപയോഗിച്ചും ദേവിയെ പൂജിക്കാം. ശംഖുപുഷ്പം പോലുള്ള കടും നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ശംഖുപുഷ്പം എനിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പൂക്കൾ വെച്ചാണ് ദേവിക്ക് ഇന്ന് ഇതൊരുക്കുന്നത്, ആരാധിക്കുന്നത്. എന്നും ഭദ്രദീപം തന്നെയാണ് നമ്മൾ ഈ 6 ദിവസവും കൊളുത്തിയത്. ഇന്ന് 7ാമത്തെ ദിവസവും ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് തന്നെയാണ് ദേവി ആരാധിക്കുന്നത്. ഇന്നലെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ പോയിരുന്നു. എല്ലാ വർഷവും പോവാറുണ്ട് നവരാത്രി കാലത്തിൽ. അവിടെ ക്ഷേത്രത്തിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മുമ്പൊക്കെ നമുക്ക് കുറച്ചൊക്കെ കഴിയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ചിത്രീകരണങ്ങൾ നടത്താനോ ഒന്നും കഴിയില്ല. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൻ്റെ വെളിഭാഗത്ത് വന്നപ്പോൾ ആ ഒരു കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന അവിടുത്തെ ഒരു വീഡിയോ മാത്രമാണ് ഷോർട്ടായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് എൻ്റെ അതായത് ഏക ശക്തി എന്ന് പറയുന്നത്. ഒരു സബ്സ്ക്രൈബറിൽ തുടങ്ങി ഇപ്പോൾ 1800-ൽ പരം സബ്സ്ക്രൈബേഴ്സുമായി നിൽക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട്. കാരണം ഒരു സബ്സ്ക്രൈബറിന് കിട്ടുക എന്നുള്ളത് തന്നെ യൂട്യൂബിൽ വരുന്നത് വരെ ഞാനത് വളരെ ഈസിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരാളെ കിട്ടുക, അതായത് നമുക്കറിയാത്ത ഒരു വ്യക്തി, അത് ഈ വാക്കുകളിൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടി നമ്മളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു സന്തോഷം വേറെ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. വീണ്ടും നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് നിർത്തുന്നു. വീണ്ടും കാണാം. ലവ് യു ഓൾ. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കേട്ടോ.